ഹായ് ഡിയേഴ്സ്. അപ്പോൾ നമ്മളിതാ ഇപ്പോൾ മൂന്നാറായിട്ടുള്ളത്. മൂന്നാറിൽ നമ്മൾ എക്കോ പോയിൻ്റ് കാണാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ. ഹോഴ്സ് റൈഡിങ്ങിന് വേണ്ടിയിട്ടാട്ടോ ഈ കുതിരകളൊക്കെ ഇങ്ങനെ നിർത്തിയേക്കുന്നത്. പോയ വഴി മുഴുവൻ നല്ല അടിപൊളി സ്ഥലങ്ങളായിരുന്നേ. രണ്ട് സൈഡ് നിറയെ തേയിലത്തോട്ടങ്ങളായിരുന്നു കേട്ടോ. ഇതാ ഈ കാണുന്നത് മുഴുവൻ റിപ്പിൾ ടീയുടെ തോട്ടങ്ങളാണേ. അവിടെ റിപ്പിൾ ടീയുടെ വലിയ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മനസ്സിലാക്കിയതാട്ടോ. റോഡിൻ്റെ ഒരു സൈഡ് ഫുള്ള് ഇങ്ങനെ സ്ട്രീറ്റ് ഫുഡുകളും പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഇവിടെ ഇറങ്ങി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുകയും പിന്നെ ഹോഴ്സ് റൈഡിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നേ. പക്ഷെ നമ്മൾ അവിടെ ഒന്നും നിർത്തിയില്ല. അപ്പോൾ അതൊക്കെ ഗൂഗിൾ മാപ്പൊക്കെ നോക്കി നേരെ വണ്ടി വിട്ടു. മൂന്നാർ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 30 മിനിറ്റോളം എടുത്തു കേട്ടോ എക്കോ പോയിൻ്റ് വരെ എത്താൻ വേണ്ടി. ഈ പോണ റൂട്ടായിരുന്നു കേട്ടോ മാട്ടുപ്പെട്ടി ഡാം ഉണ്ടായിരുന്നേ. പക്ഷേ അവിടെ ഇറങ്ങുമോ അതിൻ്റെ ഫോട്ടോയോ വീഡിയോസോ ഒന്നും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. പക്ഷേ ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ എടുത്തുമില്ല. അങ്ങനെ എക്കോ പോയിൻ്റ് എത്തി. നമ്മളവിടെ ചെന്നപ്പം ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നാലും തരക്കേടില്ലാത്ത ഒരാൾക്കാരുണ്ടായിരുന്നു. ചെന്നിറങ്ങിയതേ കണ്ണിൽ പെട്ടതായി ഫോട്ടോസും പിന്നെ ബുക്കൊക്കെ വിൽക്കാൻ വെച്ചിരുന്നോടത്തായിരുന്നേ. അവിടെ ചെന്ന് കുറേ നേരം പിന്നെ നോക്കി വന്നു. ഓൺലി കാണൽ നോ വാങ്ങൽ. ഇനി നമുക്കൊരല്പം പ്രകൃതി ഭംഗി ആസ്വദിച്ചാലോ? കുറേ പേരിതാ ഇവിടെ ഇരുന്ന് ചൂണ്ടയൊക്കെ ഇടുന്നുണ്ടേ. വില മീനും കിട്ടിയോന്നറിയില്ല. നമ്മൾ അങ്ങോട്ട് പോയൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇങ്ങോട്ട് വരുന്ന വഴി ബോട്ടിങ്ങിനൊക്കെ സ്ഥലം ഉണ്ടായിരുന്നേ. പക്ഷേ ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ആക്ച്വലി നമ്മൾ ആരും ഇല്ലാത്ത ഒരു സ്ഥലം നോക്കി നടക്കുകയാണേ. എല്ലായിടത്തും തന്നെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ കൂട്ടമൊക്കെ ആയിട്ട് ഇങ്ങനെ വൈബടിച്ച് നിൽക്കുകയാണേ. നല്ലൊരു സ്ഥലം കിട്ടിയതിൻ്റെ ആക്രാന്തോട്ടോ ഇപ്പോൾ ഈ കാണുന്നേ. ഓടിപ്പോയി ഒരു സ്ലോ മോഷനിൽ കറങ്ങുന്നൊരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അതല്ലാണ്ട് വേറെ എല്ലാം കിട്ടി. ഞാൻ വന്നതേ കൊക്കെല്ലാം പറന്ന് ജീവനും കൊണ്ട് ഓടി. കേട്ടോ, കുഞ്ഞ് സൗണ്ട് കേൾക്കുന്നുണ്ട്. ഈ കൂവുന്ന എന്തിനാണെന്നറിയോ? നമ്മളിങ്ങനെ കൂവിക്കഴിയുമ്പം അത് എക്കോ അടിച്ച് തിരിച്ചു വരും. അതുകൊണ്ടാണ് എക്കോ പോയിൻ്റ് എന്ന് എന്നെ വിളിക്കണേ. നമ്മൾ പോയ സമയത്ത് വെള്ളം കുറവായിരുന്നേ. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഈ നടക്കുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ വെള്ളം കയറുന്ന കേട്ടോ. അന്നേരം കാണാൻ ഇതിലും ഭംഗിയായിരിക്കും. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തേ. ഇനി നമുക്ക് തിരിച്ചു പോകാനുള്ള ടൈമായി. ഇവിടുന്ന് ഇനി പോയിട്ട് നമുക്ക് വേറൊരു സ്ഥലം കൂടെ വിസിറ്റ് ചെയ്യാനുണ്ട്. ഇവിടെ ഇതാ ഇതുപോലെ ഒരുപാട് ചോക്ലേറ്റിൻ്റെ കടകളുണ്ട്. അപ്പം നമ്മളും ഇവിടുന്ന് ഒരു ബോക്സ് ഹോം മെയ്ഡ് ചോക്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതാ ഈ ഒരു ബോക്സ് ചോക്ലേറ്റിന് 120 രൂപയുള്ളേ. നമ്മളത് കിട്ടിയ പാടെ അത് പൊട്ടിച്ച് കഴിച്ചു. ഇങ്ങനെ ചോക്ലേറ്റൊക്കെ കണ്ടാൽ പിന്നെ വെച്ചുകൊണ്ടിരിക്കത്തില്ലല്ലോ. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ നോക്കി വെച്ച ഒരു ഐറ്റമാണ് ഇത്. തിരിച്ചു വന്നപ്പോൾ ഞാൻ ഫസ്റ്റ് നോക്കിയതും ഇതവിടെ ഉണ്ടോയെന്ന് തന്നെയായിരുന്നു.
നല്ല ഫ്രഷ് സ്ട്രോബെറി ആയിരുന്നു. അതുപോലെ നല്ല അടിപൊളി മധുരവും നല്ല മുഴുത്തതുമായിരുന്നു. കിട്ടിയ പാടെ അത് പൊട്ടിച്ചോറിനെടുത്ത് കഴിച്ചു നോക്കി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല മധുരം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു എക്സ്പ്രഷനാണ് കേട്ടോ ഈ മുഖത്ത് കാണുന്നത്. അങ്ങനെ സ്ട്രോബെറിയൊക്കെ കഴിച്ച് നേരെ ഇനിയിപ്പോൾ ഇവിടുന്ന് വണ്ടി വിടുകയാണ്. ഇനി നമ്മൾ നേരെ പോണത് മൂന്നാർ ടൗണിലോട്ടാണ്. അവിടെ ചെന്നിട്ട് ഇനി നമ്മൾ ഫുഡൊക്കെ എന്തെങ്കിലും കഴിച്ചിട്ട് നമ്മൾ നേരെ അടുത്ത സ്ഥലം വിസിറ്റ് ചെയ്യാൻ പോവും. ടൗണിലെത്തി നല്ലൊരു ഹോട്ടൽ തപ്പിപ്പിടിച്ച് നമ്മളവിടെ ഫുഡ് കഴിക്കാൻ ചെന്നപ്പോൾ അവിടെ ഒരു മനുഷ്യനും ഇല്ലായിരുന്നു. നമ്മളെങ്ങാണ്ടാന്ന് തോന്നുന്നു ആദ്യമേ എത്തിയത്. വേറെ ആരെയും അവിടെ കണ്ടില്ല. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് വേറൊരു ഫാമിലി അവിടെ ഫുഡ് കഴിക്കാൻ കയറിയത്. ഇവരെല്ലാവരും അവിടെ ഓരോ കസേര കയറി വെറുതെ ഇരിക്കുമായിരുന്നേ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ പറഞ്ഞു. നമ്മൾ മീൽസാണേ പറഞ്ഞത്. അങ്ങനെ ഫുഡ് വന്നു. നല്ല ടേസ്റ്റായിരുന്നു ഫുഡിന്. അടിപൊളി സ്വാദ്. അങ്ങനെ ആസ്വദിച്ച് ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സ്ഥലം വിസിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അന്നേരം കാണാം. ടാറ്റാ.